മൂന്ന് കാര്യം ഒരാൾ മനസ്സിലാക്കിയേ മതിയാവും. മൂന്ന് കാര്യം മരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ അനുഭവിക്കുന്നത് മൂന്ന് അവസ്ഥയാണ്. ഒന്ന് ഷിദ്ദത്തുൻ നസ്അ, പിടിയുടെ കാഠിന്യത. ഒരാളുടെ റൂഹിനെ പിടിക്കുന്ന കാഠിന്യത. നല്ല അവസ്ഥയിലാണെങ്കിൽ നല്ല രീതിയിൽ, മോശമായ അവസ്ഥയിലാണെങ്കിൽ ആ രീതിയിൽ. അതൊക്കെ ഞാൻ നേരത്തെ പല പ്രഭാഷണങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഈ പരിസരങ്ങളിലൊക്കെ. ഇനി അതൊക്കെ ഒന്ന് ആവർത്തിച്ച് സമയം കളയുന്നില്ല, കാരണം ഖബറിനകത്തുള്ള സംഭവങ്ങളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഒന്ന് ഷിദ്ദത്തുൻ നസ്അ, അവന്റെ പിടുത്തം. നല്ലവനാണെങ്കിൽ നല്ല നിലയിൽ പിടിക്കും, മോശക്കാരനാണെങ്കിൽ അടിച്ചു ഒതുക്കിട്ടേ പിടിക്കുള്ളൂ. നല്ലവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും കൊടും കുറ്റവാളി അഹങ്കാരി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും പോലീസിന്റെ നയം എങ്ങനെയാണ്? രണ്ട് രീതിയിലാണല്ലോ. VIP അറസ്റ്റ് ചെയ്യുമ്പോൾ മാന്യമായിട്ട് പിടിച്ചോണ്ട് പോകും. അതല്ലാത്തവനെ അറസ്റ്റ് ചെയ്ത പെടലിക്ക് 2 എണ്ണം കൊടുക്കും, ചെവിക്കുന്നത്തിന് 2 എണ്ണം കൊടുക്കും, 2 കുത്തു കൊടുക്കും. വിദേശത്ത് ഗൾഫിലൊക്കെ സൗദിയിലാണെങ്കിൽ ഇങ്ങനെ ഇടിക്കാം. ഇവിടെ നോക്കിട്ട് 2 ഇടിയാണ് ഇടിക്കുക. ചങ്കിന് ഇടിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ചങ്കെന്ന് പറഞ്ഞാൽ ഹൃദയം, ഇവിടെ ചങ്കെന്ന് പറഞ്ഞാൽ കഴുത്ത. കാസർഗോട്ടുകാർക്ക് ചങ്ക് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നെഞ്ചിനകത്ത് വേദന എന്നാ. ഇവിടെ ചങ്ക് വേദന എന്ന് പറഞ്ഞാൽ സെർവിക്കൽ സ്പോണ്ടിലോസിസ്, ഇവിടുത്തെ കുഴപ്പം. അപ്പൊ അങ്ങനെയാണ് പറയാ. അപ്പൊ 2 നാട്ട് എന്തായാലും ഇടി ഉറപ്പ് ഇവിടെയാ. ഹാർട്ട് ഇടത്ത് സൈഡായിരിക്കുന്നത്. അപ്പൊ സൗദിയിലെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ ഇടി കിട്ടുന്നത് ഇങ്ങനെ തന്നെയാണ്. നല്ല ഓർമ്മ നോക്കി ഇട്ട് തരും. അവൻ ചത്താല് പാരി ഒഴിക്കാൻ ആരെല്ലാം അവിടെ പോയിട്ട് സമരം നടത്താൻ വല്ലതും പറ്റുമോ? സമരം നടത്താൻ ഓടിയൊക്കെ പോയി അപ്പളെ തുപ്പാക്കി തീർന്നു, അവന്റെ ഇടപാട് തീർന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോ 3 രീതിയാണ്. ഒന്ന് ഷിദ്ദത്തുൻ നസ്അ, പിടുത്തം. നല്ലൊരു പിടുത്തം അവന് പിടിക്കും, വല്ലാത്തൊരു പിടുത്തമായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പിടുത്തത്തിന്റെ കാഠിന്യത ഓർത്തിട്ട് നബിതങ്ങൾ പോലും ദുആ ചെയ്തു പോയി. അല്ലാഹുവേ ഈ സക്രാത്ത് ഹാല് നീ എളുപ്പമാക്കണമേ, വേഗത്തിലാക്കണമേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നക തഅഖുദുർ റൂഹ മിൻ ബൈനിൽ അസബി വൽ ഖസബി വൽ അനാമിൽ. അല്ലാഹുമ്മ ഫഅന്നി അലാ മുഹമ്മദിൻ സകറാത്തിൽ മൗത്ത്. അല്ലാഹുവേ നീ റൂഹ് പിടിക്കുന്നത് മജ്ജയുള്ള മാംസത്തിന്റെയും നാഡീ ഞരമ്പുകളുടെയും വിരലുകളുടെ അഗ്രങ്ങളിൽ നിന്നുമാണല്ലോ. ഇതെല്ലാം വേദനയേറിയ സ്ഥലങ്ങളാണ്, വേദനയേറിയ അവയവങ്ങളാണ്. ഒരാളുടെ വിരൽ തുമ്പിലൊന്ന് അടിച്ചാൽ ആ വേദന ദിവസങ്ങളോളം നിൽക്കുകയും അവനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമത്രേ. അവന്റെ മജ്ജയിൽ വല്ല രോഗങ്ങൾ വന്നാൽ അവൻ ഉറങ്ങാൻ പോലും കഴിയാത്ത വേദനയായിരിക്കും. ഞരമ്പിനെന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു പോയാൽ 5000 കിലോമീറ്ററുകളോളം നമ്മുടെ ശരീരത്തിനകത്ത് ചുറ്റിയിരിക്കുന്ന ഞരമ്പുകളുണ്ടല്ലോ, നാഡീ ഞരമ്പുകളുണ്ടല്ലോ. ആ ഞരമ്പുകൾക്ക് വല്ല ക്ഷതം സംഭവിച്ചാൽ ശരീരത്തിന്റെ നിലപാട് തന്നെ മാറിപ്പോകുമത്രേ. അതിന്റെ താളം തന്നെ തെറ്റിപ്പോവുകയും ഉറങ്ങാനും നടക്കാനും കഴിയാത്ത അവസ്ഥയിലായി പോകും. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഞരമ്പുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു രോഗം നമ്മളെ അലട്ടിയാൽ നടക്കാനോ കിടക്കാനോ കഴിയാത്ത അവസ്ഥയായിരിക്കും അവർ നേരിടുക. അത്രത്തോളം ഞരമ്പുകളെ കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നുവെങ്കിൽ ആ ഞരമ്പുകളിൽ നിന്നാണ് റൂഹിനെ പിടിക്കുക. വിരലുകളുടെ അഗ്രത്തിൽ നിന്നാണ് റൂഹിനെ പിടിക്കുക. മജ്ജയുള്ള മാംസത്തിൽ നിന്നാണ് റൂഹിനെ പിടിക്കുക. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഫഅന്നി അലാ മുഹമ്മദിൻ. അല്ലാഹുവേ ഈ മുഹമ്മദിന്റെ മേൽ സക്കറാത്ത് ഹാല് എളുപ്പമാക്കണമേ, ഈ മുഹമ്മദിനെ സഹായിക്കണമേ. ലോകത്തിന്റെ പ്രവാചകനാണ്, വിപ്ലവത്തിന്റെ നായകനാണ്, ലോകത്തിന്റെ കെടാവിളക്കായ അല്ലാഹുവിന്റെ റസൂലിനെ പോലും ആ വേദന അലട്ടിയെങ്കിൽ ഞാനും നിങ്ങളും സഹോദരാ ആ വേദനയെ പ്രതീക്ഷിക്കേണ്ടതല്ലേ? അതിനെക്കുറിച്ച് അല്ലാഹുവിനോട് അഭയം തേടേണ്ടതല്ലേ? അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതല്ലേ? അല്ലാഹുവിന്റെ റസൂല് മാതൃകാ പുരുഷനാണ്, അല്ലാഹുവിന്റെ റസൂല് മാതൃകാ മഹാനാണ്. ഹബീബായ തങ്ങളുടെ ശരീരത്തിന്റെ ഓരോ നാഡീ ഞരമ്പുകളിലൂടെ മലക്കുൽ മൗത്ത് അസ്രായീൽ റൂഹിനെ പിടിക്കുമ്പോ എന്റെ സമുദായത്തെയും ഈ അവസ്ഥയിലാണോ മലക്കേ നീ പിടിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂല് ആ സന്ദർഭത്തിൽ പോലും എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തുവെങ്കിൽ സഹോദരാ ആ
മരണത്തിന്റെ പിടുത്തം വല്ലാത്ത പിടുത്തമാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 3 കാര്യം ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അനുഭവിച്ചേ മതിയാവൂ. 1 ശിദ്ദത്തുൻ നസ്അ്, പിടുത്തത്തിന്റെ കാഠിന്യത. 2 മലക്കുകളുടെ രൂപം. സാലിഹീങ്ങളാണ് മരിക്കുന്നതെങ്കിൽ നല്ല കോലത്തിലാണ് മാലാഖ അവനെ തഴുകി തലോടുക. അതല്ല മോശക്കാരനാണെങ്കിൽ അവന്റെ കാര്യം കഷ്ടം തന്നെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയുടെ മയ്യത്തടക്കുന്നതിന് വേണ്ടി ആ മയ്യത്തുമായി ജന്നത്തുൽ ബഖീഇലേക്ക് പോവുകയാണ്. ജന്നത്തുൽ ബഖീഇലെത്തിയപ്പോ ഖബർ പൂർത്തിയായിട്ടില്ല. ആ മയ്യത്ത് ഖബറടക്കുന്നതിനുള്ള ഖബർ പൂർത്തിയായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യത്ത് താഴെ ഇറക്കി വെക്കാൻ കൽപ്പിക്കുകയാണ്. ആ മയ്യത്ത് താഴെ ഇറക്കി വെച്ചു. സഹാബാക്കൾ എല്ലാവരും വട്ടം കൂടി നിൽക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മയ്യത്തിനെ സാക്ഷ്യപ്പെടുത്തി ഒരു ഉഗ്ര പ്രഭാഷണം നടത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒരാൾ മരിച്ച് ഖബറിലേക്ക് വരുന്ന സംഭവം വരെ ആ മയ്യത്തിനെ സാക്ഷ്യപ്പെടുത്തി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാ, ഇന്നൽ അബ്ദ ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയാ വയഖ്ബാലിൻ മിനൽ ആഖിറ നസല ഇലൈഹി മിനൽ മലായികത്തും മിനസ് സമാ വഇന്നൽ അബ്ദൽ മുഅ്മിന, ഒരു മുഅ്മിനായ സഹോദരനാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് മാലാഖമാർ ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ റസൂല് ഖബറടക്കാൻ പോയ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് സഹാബാക്കളോട് ഒരു മനുഷ്യന്റെ ആത്മാവിനെ എങ്ങനെയാണ് പിടിക്കപ്പെടുക, അവൻ പിടിച്ച ആ ആത്മാവിനെ പിടിക്കപ്പെട്ടതിന് ശേഷം ആ ഖബറിലേക്ക് കൊണ്ടുവരുന്നത് വരെയുള്ള സംഭവ വികാസങ്ങൾ വളരെ വിശാലമായ ദൈർഘ്യമേറിയ ഒരു ഹദീസിലൂടെ അവതരിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു സാലിഹായ മനുഷ്യനാണ് ഈ ദുനിയാവിൽ നിന്ന് മരിച്ച് ആഖിറത്തിലേക്ക് പോകുന്നതെങ്കിൽ നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശ ലോകത്ത് നിന്ന് മാലാഖമാർ ഇറങ്ങി വരികയാണ്. വെറും കൈയോടെയല്ല വരിക, വെറുതെയല്ല കടന്നു വരിക. വമഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന വഹനൂതും മിൻ ഹുനൂതിൽ ജന്ന. ഇന്ന് ദുനിയാവിൽ വെച്ച് നമ്മുടെ മയ്യത്ത് പൊതിയുന്നത് കേവലം 25 രൂപ മീറ്റർ വിലയുള്ള തുണിയിലാണ് നമ്മുടെ മയ്യത്ത് പൊതിയുന്നതെങ്കിൽ സത്യവിശ്വാസിയായ മനുഷ്യ, സത്യവിശ്വാസിയായ സഹോദര സഹോദരി, നിന്റെ മരണത്തെ അല്ലാഹു വിളിക്കുന്നത് ക്ഷണിക്കുന്നത് എങ്ങനെയാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിനെ ധിക്കരിക്കാതെ അവനെ വഴിപ്പെട്ട് ജീവിച്ച ഒരു വിശ്വാസിയാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ സ്വർഗ്ഗലോകത്ത് നിന്ന് മാലാഖമാർ താഴേക്ക് ഇറങ്ങി വരികയാണ്. വമഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗ്ഗലോകത്ത് നിന്ന് അല്ലാഹു കൊടുത്തു വിടുന്ന സ്വർഗത്തിന്റെ പട്ടുടയാടകളുമായി കടന്നു വരികയാണ്. സ്വർഗ്ഗലോകത്ത് നിന്നുമുള്ള കഫൻ തുണിയുമായി കടന്നു വരികയാണ്. വഹനൂതും മിൻ ഹുനൂതിൽ ജന്ന, സ്വർഗത്തിന്റെ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയ പട്ടുടയാടകളും അവരുടെ കൈവശമുണ്ടത്രേ. അവർ മെല്ലെ താഴേക്ക് ഇറങ്ങി വരികയാണ്. ഹത്താ യജ്ലിസ മദബസരിഹി, മരിക്കാൻ കിടക്കുന്ന സഹോദരന്റെ കട്ടിലിന്റെ അരികിൽ വന്നിരിക്കുകയാണ്. കണ്ണെത്താവുന്ന ദൂരത്തോളം ആ മലക്കവനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സഹോദരന്റെ അരികിലേക്ക് ആ മയ്യത്ത്, ആ മലക്ക് മെല്ലെ കടന്നു വന്നിട്ട് തല തടോടിക്കൊണ്ട് പറയുകയാണ്, ഉഖ്റുജി അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന വബ്ശിരി ബിറൗഹിൻ വറൈഹാൻ വറബ്ബി ഗൈരി ഗളബാൻ. സന്തോഷത്തോടെ കടന്നു വാ, സന്തോഷത്തോടെ പുറത്തേക്ക് വരിക. ഏ ശാന്തി അടഞ്ഞ ആത്മാവേ, സ്വർഗത്തിലേക്കുള്ള ആത്മാവേ, സമാധാനം പൂണ്ട ആത്മാവേ, സ്വർഗലോകത്തിന്റെ സന്തോഷ വാർത്തയുമായി നീ പുറത്തേക്ക് കടന്നു വരിക. ഒരുമ്മ എങ്ങനെയാണോ തന്റെ ചോരക്കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് എങ്ങനെയാണോ തലോടിക്കൊണ്ട് ഒക്കത്ത് വെച്ച് പാല് കൊടുക്കുന്നത്,
കാണിക്കുന്നത്, എത്രത്തോളം ആ കുഞ്ഞു പൈതലോട് ലാളന കാണിക്കുന്നുവോ അതേപോലെ ആയിരിക്കും മാലാകമാർ സത്യവിശ്വാസിയുടെ ആത്മാവിനെ പിടിക്കാൻ ഇറങ്ങി വരിക. ഇറങ്ങി വന്നുകൊണ്ട് സന്തോഷത്തോടെ ഓതിക്കൊടുക്കുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. പരിശുദ്ധ ഖുർആൻ ഇന്നൊരാളെ അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഉസ്താദ് ആ ഖബറിന്റെ ഓരത്തിരുന്ന് തൽഖീൻ ഓതി കൊടുക്കുമെങ്കിൽ ഈ ആത്മാവിന് വേണ്ടിയിട്ടല്ലയോ ഈ പ്രാർത്ഥന, ഈ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടിയല്ലയോ ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ അറിയിക്കുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. ഏ ശാന്തിയടഞ്ഞ ആത്മാവേ, സമാധാനം പൂണ്ട ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. നീ ദുഃഖിക്കരുതേ, നീ പ്രയാസപ്പെടരുതേ, നീ വിഷമിക്കരുതേ, നീ കരയരുതേ. നീ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോയത് കൊണ്ട് നിന്റെ ഭാര്യ കരയുന്നുണ്ടാകും, നിന്റെ മക്കള് കരയുന്നുണ്ടാകും, നിന്റെ ശിഷ്യഗണങ്ങൾ കരയുന്നുണ്ടാകും, നിന്റെ നാട്ടുകാര് ഒന്നടങ്കം ദുഃഖിക്കുന്നുണ്ടാകും. പക്ഷേ നീ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. നീ എന്നിലേക്കാണ് വരുന്നത്, സാലിഹീങ്ങളായ എന്റെ ദാസന്മാരുടെ സമൂഹത്തിലേക്കാണ് നീ കടന്നു വരിക. ഒറ്റപ്പെട്ട ജീവിതമല്ല നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത്, ഒരു വൻ സംഘം തന്നെ നിന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ബർസഖിൽ നിന്നെ പ്രതീക്ഷിക്കുകയാ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്റെ ആത്മാക്കളോട്, എന്റെ ശാന്തിയടഞ്ഞ എന്റെ ദാസന്മാരുടെ ആത്മാവുമായി നീ ചേർന്നു കൊള്ളുക. ആ സ്വർഗലോകത്തിന്റെ പരിമളം ആസ്വദിച്ചതിൽ പ്രവേശിച്ചു കൊള്ളുക. ഈ ആയത്തോതിക്കൊണ്ട് സാലിഹായ മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുമ്പോ ആ ആത്മാവ് എങ്ങനെയാണ് വരുന്നതെന്നറിയുമോ? കൂജയിലുള്ള വെള്ളം എങ്ങനെയാണോ ഒഴിച്ചാൽ വളരെ നിസ്സാരമായി ലാഘവത്തോടെ ഒഴുത്തുള്ളികൾ വീഴുന്നത്, ഇതുപോലെയായിരിക്കും സാലിഹീങ്ങളുടെ ആത്മാവിനെ പിടിച്ചെടുക്കുക. ഉടനെ ആ ആത്മാവിനെ പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് ഹത്താ യൻതഹി ബിഹാ ഇലാ സമാഇ സാബിആ. ഇന്നേ സമയം വരെ കണ്ണു തുറന്നവനാണ്, സംസാരിച്ചവനാണ്, വെള്ളം കുടിച്ചവനാണ്, ചിരിച്ചവനാണ്, എല്ലാവരെയും നോക്കി കണ്ടവനാണ്, കൈ ചലിപ്പിച്ചവനാണ്, കാല് ചലിപ്പിച്ചവനാണ്. ആത്മാവിതാ പിടിക്കപ്പെട്ടു കഴിഞ്ഞു, അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ആ സന്തോഷത്തോടെ ആത്മാവിനെയും പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് നേരെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. എവിടെയാണ് ആ കൊണ്ടുപോകുന്നതെന്നറിയോ? ഇല്ലിയൂനിലാണ് രേഖപ്പെടുത്തുക. എവിടെയാണ് ആ ഇല്ലിയൂൻ? ഹത്താ യൻതഹി ബിഹാ ഇലാ സമാഇ സാബിആ. ഏഴാനാകാശത്തിലാണ്, ഏഴാനാകാശത്തിലാണ്, അർശിന്റെ ഭാഗത്താണ്, അതിന്റെ ഉത്തുംഗ സോപാനത്തിലാണ്. ഇല്ലിയൂൻ ഇല്ലിയൂൻ ഇല്ലിയൂൻ. ഏഴാൻ ആകാശത്തിലേക്ക് മാലാകമാർ ഈ ദുനിയാവിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് ആ മുസ്ലിമായ വിശ്വാസിയുടെ ആത്മാവിനെ കൊണ്ടുപോവുകയാണ്. ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. സാലിഹീങ്ങൾ സന്തോഷിച്ചോ, മുഅ്മിനീങ്ങൾ സന്തോഷിച്ചോ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ സന്തോഷിച്ചോ. ഇല്ലിയൂനിൽ അവരുടെ ആത്മാവിനെ രേഖപ്പെടുത്തുകയാണ്.